ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് 128 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. പ്രാർത്ഥിക്കുന്ന വചനം പഠിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വചനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലോകത്തിൽ നിന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഭാഗ്യവാനായി തീരുവാനാണെങ്കിൽ അതിനുവേണ്ടി സമയവും ആരോഗ്യവും നന്മയും ഒക്കെ ചിലവഴിച്ച് തങ്ങളാൽ ആവും വിധം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിൽ ചിലർ എത്തപ്പെടുകയും ചിലർ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ പരാജയപ്പെടുന്ന നിരാശയുടെ പടുകുഴിയിൽ വീഴുന്നു. മറ്റുള്ളവർ ഒരുപക്ഷെ ഭാഗ്യവാന്മാരെന്ന് ഭാവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ആരാണ് യഥാർത്ഥ ഭാഗ്യവാനെന്ന്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളും അധിവസിക്കുന്ന ലോകത്ത് ഇന്ന് മനുഷ്യൻ എല്ലാറ്റിനെയും ഭയപ്പെട്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ യുദ്ധത്തെയും യുദ്ധശ്രുതികളെയും കേട്ട് ഭയപ്പെട്ടിരിക്കുക. ഇനി എന്താകുമെന്നോർത്ത് ആകുലപ്പെട്ടിരിക്കുക. ഈ യുദ്ധത്തിൻ്റെ കാരണം നാളെ എന്താകും, ഭാവി എന്താകും, തലമുറയുടെ വിഷയം എന്താകും, നിലനിൽപ്പ് എന്താകുമെന്നോർത്ത് ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു അതും ഇത് ഓർത്ത് ഭയപ്പെടാതെ എന്തിനെ ഭയപ്പെടണം നമ്മെ പഠിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, യഹോവയെ ഭയപ്പെടുക. നമ്മെ സൃഷ്ടി ചെയ്ത ദൈവത്തെ ഭയപ്പെടുക. നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ ഭയപ്പെടുക. നമുക്ക് വേണ്ടി കരുതുന്ന നമ്മെ പുലർത്തുന്ന സർവശക്തനായ കർത്താവിനെ ഭയപ്പെടുവാൻ നാം തീരുമാനമെടുത്താൽ, നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ മറ്റൊന്നിനെയും ഭയക്കേണ്ട ആവശ്യം നമുക്കുണ്ടാകത്തില്ല. കർത്താവ് പറയുന്നു യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ കൂടെ നടക്കുന്ന മനുഷ്യൻ അവന് വേണ്ടി കരുതുന്നത് ലോകമല്ല, അവന് വേണ്ടി കരുതുന്നത് വീട്ടുകാരോ നാട്ടുകാരോ അല്ല, അവന് വേണ്ടി കരുതി വെക്കുന്നത് സ്വർഗത്തിലെ ദൈവമാകിയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, മനുഷ്യൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ നന്മ പിന്നെ ആരോഗ്യം കാക്കുവാൻ വേണ്ടി ചിലവഴിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഉണ്ടാക്കിയ നന്മകൾ തലമുറകൾ തെറ്റായ രീതിയിൽ ചിലവഴിച്ച് അനാമത്തായി കഴിയുമ്പോൾ, മാതാപിതാക്കൾക്ക് വിലയില്ലാതെ അവരെ എറിഞ്ഞു കളയുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു ദൈവത്തെ ഭയപ്പെടുക. നിന്റെ ഭാവിയെ സംരക്ഷിപ്പാൻ, നിന്റെ ആരോഗ്യത്തെ സൂക്ഷിപ്പാൻ, നാം കടന്നു പോകുന്ന ഏത് വഴികളും നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകേണ്ടതിന് ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറുക. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവരായി മാറുക. യഹോവയെ ഭയപ്പെടാൻ തുടങ്ങിയാൽ മറ്റൊരു വഴിയിലേക്ക് നാം പോകാനിടയാകത്തില്ല. കാരണം അവൻ നമ്മെ വെറും കൈയോടെ വിടുന്ന ദൈവമല്ല, അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. കർത്താവ് പറഞ്ഞു ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് ഉറപ്പ് നൽകിയ കർത്താവാണെങ്കിൽ ആ കർത്താവിനെ ഭയപ്പെട്ട് അനുദിനം അവൻ്റെ പാതയിൽ നമ്മുടെ വഴികൾ കർത്താവിനെ മുൻനിർത്തി സഞ്ചരിക്കുവാനിടയാകുമെങ്കിൽ നിശ്ചയമായി നാം സന്തോഷിപ്പാനിടയാകും. നാം തളർന്നു പോകാനിടയാകത്തില്ല, നാം പതറിപ്പോകത്തില്ല. കാരണം നമ്മെ കരം പിടിക്കുന്ന നല്ല കർത്താവിൻ്റെ കരം അനുദിനം നമ്മെ കരം പിടിച്ച് നമ്മെ ഭാഗ്യപദവിയാകുന്ന കർത്താവിനോട് ഒത്തുവസിപ്പാൻ ഇടയാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾ നമുക്ക് ആശ്രയിക്കാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, യഹോവയെ ഭയപ്പെടുക, അവൻ്റെ വഴികളിൽ നടക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് അതിനുവേണ്ടി സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ഓൾ.